ദിയ കൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ശരിക്കും എനിക്ക് ദിയയോടും അവരുടെ അമ്മയോടും ഒക്കെ ചില കാര്യത്തിൽ വിയോജിപ്പുള്ള ഒരാളാണ്, അത് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ഈ ഒരു കേസ് ആർക്ക് കേട്ടാലും അത് കെട്ടിച്ചമച്ചതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവര് ജാതി പറഞ്ഞത്, ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജാതീയമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ്, തന്റെ ഓഫീസിൽ ഇന്ന ജാതിക്കാർ വർക്ക് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനത്തെ ജാതികളോട് പ്രത്യേകിച്ച് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കും. ഇവർക്കിപ്പോ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ CV ഒന്നും ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത്. ഇവര് കുറച്ച് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് CVs വന്നിട്ടുണ്ടാവും. അവർക്ക് തെരഞ്ഞെടുക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തെരഞ്ഞെടുക്കത്തില്ല. ഇവര് പല രീതിയിലുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ പലരെയും പറഞ്ഞ കേസുകളൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, ഒരു സ്റ്റാഫ് അങ്ങനെ വരരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരത് സെലക്ട് ചെയ്യത്തില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ അച്ഛൻ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അവരെന്നെ ഒരു കുന്തവും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിന്റെ പ്രൂഫ് ഓഡിയോ എന്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഡിയോ കേൾപ്പിച്ചു. പക്ഷെ ആ ഓഡിയോയിൽ എവിടെയും അയാൾ അത് പറയുന്നില്ല. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട്, കാരണം അവരാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്, ആൻഡ് ഇയാൾ BJP കാരനുമാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം എന്താ പറയുന്നത്, ഭരിക്കുന്ന പോലീസുകാരാണെങ്കിലും ഭരിക്കുന്ന ഇതിലിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ചൊടിപ്പിക്കാം. പിന്നെ മറ്റ് ജാതികളുടെ ആൾക്കാരെ ഒന്ന് ചൊടിപ്പിക്കാം. ഇവര് ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കൊരു ദേഷ്യം വരും. അങ്ങനെ ഒരു പൊതു വിദ്വേഷം ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞു. ആ പൂട്ടിയിട്ട സമയത്ത് 8,50,000 രൂപ എവിടെ നിന്നാണ് ഇവര് 4 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തത്, സ്വർണം പണയം വെച്ചു എടുത്തു എന്നൊക്കെ പറയുന്നു. അപ്പൊ കെട്ടിയിട്ടപ്പോ പേടിച്ചു കൊടുത്തതാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെ കെട്ടിയിട്ടിട്ട് ഭർത്താക്കന്മാരെ പുറത്തു വിട്ടല്ലോ, എന്തുകൊണ്ട് അവർക്ക് പുറത്തു പോയിട്ട് ഞങ്ങളുടെ ഭാര്യമാർ അവിടെ കിഡ്നാപ്ഡ് ആണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാൻ പറ്റിയില്ലേ? ഒരു പോലീസുകാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പോലീസുകാരനാണെന്ന് പറഞ്ഞു, ഞങ്ങൾ അത് വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നത് അത്ര ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി പെട്ടെന്ന് 4 മണിക്കൂറിനുള്ളിൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ 8,00,000 രൂപ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാറിനോട് അയാൾ സംസാരിക്കുന്ന ഓഡിയോയിലാണെങ്കിലും എന്തോ തെറ്റ് ചെയ്ത ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അതുപോലെ ദിയയുടെ ഒരു ഓഡിയോ അവർ പുറത്തു വിട്ടായിരുന്നു, ദിയ അവരെ ചീത്ത വിളിക്കുന്ന ഒരു ഓഡിയോ. അതിലും സോറി മാം ഞങ്ങൾ 50,000 രൂപ വെച്ച് വീതിച്ചെടുത്തുള്ളൂ, അങ്ങനെ ഇവര് തെറ്റ് സമ്മതിക്കുന്നുണ്ട്. ആൻഡ് ഇവരുടെ റെസ്പോൺസിലൂടെ ഇവർ തെറ്റ് ചെയ്തവരാണ്, അത്രത്തോളം അവർ മിണ്ടാതിരിക്കുന്നു, സോറി പറയുന്നു. എന്നിട്ട് അവൾ അത് പറഞ്ഞോട്ടെ, അവളിപ്പം ആ ദേഷ്യത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മണ്ണെണ്ണ എടുത്തു വെച്ചോ, ഒഴിച്ചോ, ചത്തോ, എനിക്കൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു കേസ് ഉണ്ടാക്കാനായിട്ട് ഇവരിങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ ആ ഓഡിയോ കേൾക്കുന്ന ആർക്കും മനസ്സിലാവും ഈ സംഭവം എക്സാക്ട്ലി നടന്നിട്ടുള്ളതാണ്, അതിന്റെ ഒരു ദേഷ്യത്തിലാണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ കേൾക്കുന്ന ആൾക്കാരൊന്നും അത്ര മൊണ്ണകളല്ല. 1 വർഷമേ ആയുള്ളൂ ഇവരവിടെ ജോലിക്ക് വന്നിട്ട്. വന്ന കാലം തൊട്ടേ ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലായിരുന്നു, ഭയങ്കര ചീത്ത പറച്ചിലായിരുന്നു, സ്റ്റാഫായിട്ടല്ല കൺസിഡർ ചെയ്തിരുന്നത്, താഴ്ന്ന ജാതിക്കാരെ പോലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഈ 1 വർഷം അവർ പിടിച്ചു നിന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പ്രസവം കഴിയുന്നവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്നോർത്ത് നിന്നതാണ്, സഹിക്കാൻ വയ്യാഞ്ഞിട്ടും പ്രസവം കഴിഞ്ഞോട്ടെ ദിയയുടെ ഓർത്തിട്ട് നിന്നതാണെന്നൊക്കെ പറയുമ്പം അത്രത്തോളം ഒരു മനസ്സ് വരാനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഈ 1 ഇയറിനുള്ളിൽ ഇവർക്ക് ദിയയോട് ആവാനുമില്ല. കാരണം അന്ന് തൊട്ടേ നല്ല രീതിയിലല്ല അവരോട് പെരുമാറിയിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അവരുടെ ആ മനസ്ഥിതി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എത്രത്തോളം കള്ളത്തരം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ദിയ സാലറിക്ക് പുറമെ 5,000 10,000 ഒക്കെ ഇൻക്രിമെന്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു എന്നും കൂടെ അവർ പറയുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ ഇൻക്രിമെന്റ് കൊടുക്കാതിരിക്കാം, സാലറി മാത്രം കൊടുക്കാം, ഇങ്ങനത്തെ അതുപോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ. അപ്പം ആ കാര്യം, പിന്നെ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ട് പിന്നെ എപ്പോഴൊക്കെയോ വന്നിട്ട് കിച്ചണിൽ നിന്ന് എടുത്തോണ്ട് പോവാണ്. അപ്പം CCTV ചോദിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പൈസ കൊടുത്തതെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെയൊക്കെ തെളിവ് ഇല്ലാതാക്കാൻ പറയുന്ന പോലെ തന്നെയാണ് കിച്ചണിൽ നിന്നാണ് ദിയ വന്ന് പൈസ എടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ സ്വിഗ്ഗിയിൽ ഓരോന്ന് അയക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? കേൾക്കുന്ന ഉടനെ പെട്ടെന്ന് അതങ്ങ് വിശ്വസിക്കാനായിട്ട് ഇവര് പറയുന്ന രീതി, 3 പേരും അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ അറിയാം. ആ കണ്ണാടി വെച്ച കുട്ടിയാണെങ്കിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അതാണ് ഏറ്റവും പെരുങ്കള്ളി എന്ന് നമുക്ക് തോന്നും. ആ രീതിയിൽ അത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്. മറ്റവർ രണ്ടുപേരും അത്രയും കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരെ 3 മുറിയിൽ മാറ്റിയിരുത്തി ഒന്ന് ചോദ്യം ചെയ്താൽ തന്നെ എല്ലാം
ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ പ്രൂഫൊക്കെ ഇവരുടെ കയ്യിൽ, ദിയയുടെ കയ്യിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവരുടെ സംസാരം, ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവര് കേസ് കൊടുത്തു, കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പക്ഷെ അതിനകത്ത് 8 lakhs ഇവരുടെ നിന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തില്ല. അതെന്താ കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങൾ തിങ്കളാഴ്ച കൊടുക്കാനിരിക്കുക. നമ്മൾ പറയുമ്പോ എല്ലാം പോയി പറയില്ലേ, ഇന്ന പോലൊക്കെ ഉണ്ടായി, അത് മാത്രം പറഞ്ഞില്ല. അത് വക്കീല് പറഞ്ഞു മൺഡേ പറഞ്ഞാൽ മതിയെന്ന്. അപ്പം അതിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇവർ നല്ല രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ 67 ലക്ഷം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ പറഞ്ഞ ഫിഗർ ഒക്കെ കറക്റ്റ് ആണോ, ഇവർക്കാണെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് പോലും അറിയില്ല. പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു 30 lakhs വന്നിട്ടുണ്ടാവും, അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ 3 പേരുടെ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്തു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ കുറെ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം ഇൻഡിവിജ്വലി ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട കുട്ടിയെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അതിന്റെ ബോഡി ലാംഗ്വേജിലും അതിന്റെ സംസാരത്തിലും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റേ കുട്ടിയുടെ അത്രയും പഠിച്ച കള്ളിയല്ല, മറ്റേ കുട്ടിയുടെ അത്രയും കോൺഫിഡന്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്. ദിയയുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്കറിയാം ഷീസ് വെരി കോൺഫിഡന്റ്. ഇപ്പോ അവര് ഭയങ്കര ദേഷ്യക്കാരിയായിരിക്കാം, ഇവരോട് നല്ല രീതിയിലായിരിക്കത്തില്ല ട്രീറ്റ് ചെയ്തിരിക്കുന്ന, ഈ വക കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പൈസ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കുട്ടി പ്രഗ്നന്റ് ആയ സമയം തൊട്ട് യാതൊരു രീതിയിലും അക്കൗണ്ട്സ് നോക്കുന്നില്ലായിരുന്നു എന്നുള്ളത് ഇവരുടെ ഭാഗത്തെ മാത്രം മിസ്റ്റേക്ക് ആണ്. അവരുടെ അച്ഛൻ പറയുന്നുണ്ട് നേരത്തെയും ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുട്ടികളല്ലേ ഓർത്ത് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് യൂട്യൂബിൽ നിന്നാണെങ്കിലും നല്ല റവന്യൂ ഉണ്ട്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പല രീതിയിലും നല്ല രീതിയിൽ കാശ് വരുന്ന സമയത്ത് ഈ ഓഫീസിലെ അക്കൗണ്ട്സ് നോക്കി കൃത്യമായിട്ട് അതിന്റെ ഇതൊന്നും നോക്കി വരേണ്ട ഒരു ആവശ്യകത ഈ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. കാരണം മറ്റേ ആ കണ്ണാടി വെച്ച് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ദിയയ്ക്ക് അക്കൗണ്ടിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതിനെപ്പറ്റി ദിയയ്ക്ക് ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം അവൾ ഇതൊന്നും നോക്കുന്നില്ല, അപ്പൊ ഇത് അടിച്ചു മാറ്റിയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ഇച്ചിരിയേ സ്ഥലമേ ഉള്ളൂ, അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അവിടെ ഇച്ചിരി ചോറ് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു എന്ന്. അതില് ദിയ പറയുന്നുണ്ട് അതെന്റെ സെക്കൻഡ് വീടാണ്, എന്റെ സ്ഥാപനമാണ്, അപ്പൊ അത് വൃത്തിയായിട്ട് കിടക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വഴക്ക് പറയും. ഞാനാണെങ്കിലും വഴക്ക് പറയും, കാരണം നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പ്രസന്റബിൾ ആയിട്ട് ഇരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ അത് വൃത്തിയായിട്ടില്ല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴക്ക് പറയാം. അപ്പൊ അതൊക്കെ ഒരു വലിയ കാരണമായിട്ട് എടുത്തിട്ട് ഇപ്പൊ പറയുന്നു. അപ്പം മൊത്തത്തിൽ ഇവരുടെ എല്ലാ ബോഡി ലാംഗ്വേജിലും, മൊത്തത്തിൽ ഇവരുടെ സംസാരത്തിൽ അവർ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ പ്രശ്നമൊക്കെ ആയപ്പോൾ ഇങ്ങനെ വെല്ലുവിളികളും കാര്യങ്ങളും ദേഷ്യപ്പെടലും പിടിച്ചുകൊണ്ട് വന്ന് കാശ് മേടിക്കലും ഒക്കെ ആയപ്പോൾ അതിന്റെ റിവെഞ്ച് തീർക്കാനായിട്ട് ഇപ്പൊ ജാതി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 3 പേർക്കെതിരെയും നല്ല ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ തന്നെ ചാർത്തി അവർക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർക്കും അതൊരു ഹെൽപ്പ് ആവും. അല്ലെന്നുണ്ടെങ്കിൽ നാളെയും ഏതെങ്കിലും തരത്തിലൊരു ചെറിയ പ്രശ്നം മുതലാളി തൊഴിലാളി തമ്മിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജാതി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുത്തിട്ട് അവരുടെ കട പൂട്ടിക്കുന്ന ഇടപാടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പം കാശ് മോഷ്ടിച്ചു, അതിന്റെ പേരിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, അതപ്പോ തിരിച്ച് അവർക്കിട്ട് തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് അത്രത്തോളം വലിയ പ്രശ്നത്തിലാക്കുന്ന രീതിയിൽ വലിയ കേസൊക്കെ ആക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളും കേരളത്തിൽ ഇപ്പൊ തന്നെ ആർക്കും ഒരു സംരംഭം തുടങ്ങാനുള്ള ധൈര്യമില്ല, ഇനി ഒട്ടും പോലും ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് അർഹമായ ശിക്ഷ ഇവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ബിക്കോസ് എല്ലാവർക്കും ഒരുമാതിരി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അവര് പക്കാ കള്ളത്തരം നല്ല രീതിയിൽ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്.